നമ്മളന്ന് നട്ടേലേ കുറച്ച് ചീരയും പയറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ നിന്ന് പറിച്ചെടുക്കാം. എന്നെ ഒരിക്കലും നിരാശപ്പെടുത്താത്ത ഒരു പച്ചക്കറി എന്ന് പറഞ്ഞാൽ അത് ഈ പയർ തന്നെയാണ് കേട്ടോ. കാരണം ഞാൻ എത്ര പ്രാവശ്യം നട്ടിട്ടുണ്ടെന്ന് അറിയോ. ആ നടുമ്പോഴൊക്കെ ഇത് നല്ല വിളവ് തന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇല അത് നല്ല ടേസ്റ്റാണ് തോരൻ വെച്ച് കഴിക്കാനായിട്ട്. അപ്പോൾ എന്ന് പയർ നട്ടാലും നല്ല രീതിയിൽ തഴച്ച് വളരാറുണ്ട്. ഈ പ്രാവശ്യം മാത്രം ആ പയർ നട്ട സമയത്ത് കുറേ കുഞ്ഞു കുഞ്ഞു ഉറുമ്പുകൾ വന്നിട്ട് അതിൽ നിറച്ചും ആയി. അതുകൊണ്ട് തന്നെ ഈ ഇല 2-3 ഇല വന്നതിന് ശേഷം പിന്നെ ഇത് മുരടിച്ച പോലെ നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി. കാരണം ഇതുവരെ അങ്ങനെ ഞാൻ പയർ നടുമ്പോൾ ഒന്നും ഇങ്ങനത്തെ ഒരു പ്രോബ്ലം എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. വേറെ പ്രത്യേകിച്ച് കീടനാശിനികളോ അങ്ങനത്തെ ഒന്നും ഒഴിക്കേണ്ടി വന്നിട്ടില്ല. നല്ല രസത്തിൽ നല്ല ഭംഗിയിലെ ഇലകളൊക്കെ വന്ന് നല്ല പച്ച പയറായിട്ട് വരാറുണ്ട് വേഗം തന്നെ. അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായി. അപ്പോൾ അതിന് സൊല്യൂഷനായിട്ട് ചെയ്തതെന്താണെന്ന് വെച്ചാൽ കുറച്ച് ചാരമുണ്ടല്ലോ, നമ്മൾ വിറക് കത്തിച്ച് കിട്ടുന്ന ചാരം, ആ ചാരമൊക്കെ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇലയമൊക്കെ തൂക്കി കൊടുത്തു. അങ്ങനെ ഒരു പ്രാവശ്യം കഴിഞ്ഞപ്പോൾ കുറച്ച് ഉറുമ്പൊക്കെ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് വർക്കിംഗ് ആണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്ത് കൊടുത്തപ്പോൾ എല്ലാ ഉറുമ്പും പോയിട്ടോ. പിന്നെ ഇത് നല്ല രീതിയിൽ വളരാൻ തുടങ്ങി. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഇതിൽ നിറച്ചും പയറുണ്ടാവാനും തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിറച്ച് പുല്ല് പിടിച്ചിട്ടുണ്ട്. നമുക്ക് പുല്ലുകൾ കംപ്ലീറ്റ് ഒന്ന് കളഞ്ഞു കൊടുത്തിട്ട് പറിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് ചാരവും വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ഒരു ചെടിയോ ഒരു പച്ചക്കറിയോ എന്ത് സംഭവമാണെങ്കിലും നട്ടാലും അതിനെ നമ്മൾ കെയർ ചെയ്യണ അനുസരിച്ചാട്ടോ നമുക്ക് തിരിച്ചിങ്ങോട്ട് അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുക. നമ്മൾ എല്ലാ ദിവസവും ശരിക്കും പറഞ്ഞാൽ ഒരു കുഞ്ഞു കുട്ടീനെ നോക്കണ പോലെ തന്നെ ഈ ചെടികളെ നോക്കണം. എൻ്റെ മക്കളുണ്ട് കേട്ടോ, അവർ എപ്പോഴും പറയും എനിക്ക് ചെടി ഭ്രാന്താണെന്ന്. പക്ഷെ ഞാനത് മൈൻഡ് ചെയ്യാറില്ല കേട്ടോ. എന്തിനത് മൈൻഡ് ചെയ്യാൻ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് കറക്റ്റായിട്ട്. എന്നിട്ട് ബാക്കിയുള്ള സമയത്താണ് ഞാൻ ഇതിനൊക്കെ ഈ എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചിലവഴിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ എന്തിനാത് കേൾക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ, അവരവിടെ ഇരുന്ന് പറഞ്ഞോട്ടെ. അതുപോലെ വേറെ കുറേ ടീംസ് ഉണ്ട് കേട്ടോ, ഇതിനോടൊന്നും താല്പര്യമില്ലാത്ത ആൾക്കാർ. അപ്പോൾ നമ്മളിതൊക്കെ ചെയ്യണമെമ്പോൾ പറയും ഒക്കെ ഭ്രാന്താണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇതൊന്നും ഇങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഒരു 10 രൂപ കൊടുത്താൽ അല്ലെങ്കിൽ 15 രൂപ കൊടുത്താൽ നമുക്ക് കിട്ടണ കാര്യമുള്ളൂ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കുറേ ടീംസ് ഉണ്ട് കേട്ടോ. ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ സാധനങ്ങൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരു ചെറിയൊരു വെണ്ടയ്ക്ക ആവട്ടെ, ഒരു ചെറിയൊരു തക്കാളി ആവട്ടെ, എന്തെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് നമ്മൾ ചെയ്തിട്ട് ഉണ്ടാവുമ്പോൾ അത് കാണുമ്പോൾ കിട്ടണ ഒരു സന്തോഷം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതൊന്നിനും തരാൻ പറ്റില്ല. അപ്പോൾ അതൊന്നും ഇവർ പറയണ പോലെ അല്ല കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമൊക്കെ എനിക്ക് വിഷമമാവാറുണ്ട്, ഇവർക്ക് എന്താ ഇങ്ങനെയെന്ന്. പക്ഷേ ഇത് ചിന്തിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. നമ്മൾ നമ്മുടെ കാര്യം നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, അത് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടാവാത്ത രീതിയിൽ ചെയ്യുക. പിന്നെ നമ്മുടെ കുറേ കടമകളുണ്ട്, ആ കടമകൾ നമ്മൾ കറക്റ്റായിട്ട് നിർവഹിക്കുന്നുണ്ടെന്ന് നമുക്ക് ബോധ്യം ഉണ്ടായാൽ മതി. മറ്റുള്ളവരെ അത് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് പഠിച്ചവൻ്റെ ആയുസ്സാരോഗ്യം ഇട്ട് തന്നിരിക്കുന്നിടത്തോളം കാലം എനിക്ക് പറ്റണ പോലെയൊക്കെ ഞാൻ ചെയ്യും. ഇതൊന്നും ഇത്ര വലിയ കാര്യങ്ങളല്ല, ഇതിനേലും വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മളവരെ കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ അവരുടെ അടുത്തൊക്കെ ഒന്നും എത്താൻ പറ്റിയില്ലെങ്കിലും എനിക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ അത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തന്നെ സ്വന്തമായിട്ട് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നുമുണ്ട്. കാരണം ഞാൻ എൻ്റെ ടൈമും എനർജിയൊന്നും വെറുതെ കളയുന്നില്ല, അത് മാക്സിമം നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്ന് ഇപ്പം എനിക്കൊരു ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഹാപ്പി ആയിട്ട് മൈൻഡൊക്കെ നല്ല റിലാക്സ് ആയിട്ട് എനിക്ക് പോകാനും സാധിക്കുന്നുണ്ട്. ഇപ്പോൾ വെറുതെ ഇരിക്കുന്ന മനുഷ്യൻ്റെ കൂടെ ഇബിലീസ് ഉണ്ടാവാമെന്ന് പറയും. അത് ഏതൊരു മനുഷ്യൻ്റെ കൂടെ ജാതി മതം ഇതിലൊന്നും ഒരു ഇതില്ല കേട്ടോ. ഏത് ജാതിപ്പെട്ടവനായാലും മനുഷ്യൻ തന്നെയാണ്, അവരുടെ ഉള്ളിൽ കൂടി ഓടുന്നത് ബ്ലഡ് തന്നെയാണ്. അപ്പോൾ ആ ഒരു മനുഷ്യന് വെറുതെ ഇരുന്നാൽ അവനെന്താ പറ്റുകയെന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത ചിന്തകൾ വരും. ചിന്തകളെന്ന് വെച്ചാൽ പലരുടെയും പല തരത്തിലായിരിക്കും. ചിലർ ഇമോഷണലി ഭയങ്കരമായിട്ട് ഡൗൺ ആയി പോകുന്ന സിറ്റുവേഷൻസ് വരെ ഉണ്ടാവാറുണ്ട് ഇങ്ങനത്തെ ചിന്തകളൊക്കെ വരുമ്പോൾ. അപ്പോൾ ഇതിനൊക്കെ ഒരു രക്ഷ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ടൈം എൻഗേജ്ഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കറിയാം അത്ര വലിയ കാര്യങ്ങളല്ല, പക്ഷേ ഇതുപോലും ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർ കാണുന്നുണ്ടെങ്കിൽ അവർക്കും കൂടി ഇതൊരു പ്രചോദനമായിട്ട് മാറട്ടെ. ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ വളരെ വ്യത്യാസം നിറഞ്ഞതാണ്. അപ്പോൾ അവർക്ക് എന്താണോ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്, ഓരോ വ്യക്തിക്കും ഓരോ ആഗ്രഹങ്ങളുണ്ടാവും, അതിനനുസരിച്ച് അവരുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ശ്രമിക്കുക എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ
ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു പുതിയ വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ ബൈ.